വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ നടക്കുന്നതിനിടെ മൂവാറ്റുപുഴയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡാണ് കിഴക്കേക്കര മണിയംകുളം കവലയിൽ പ്രത്യക്ഷപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപേ UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ നടക്കുന്നതിനിടെ മൂവാറ്റുപുഴയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡാണ് കിഴക്കേക്കര മണിയംകുളം കവലയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ബോർഡ് ശ്രദ്ധ ആകർഷിച്ചതോടെ ഉടൻ തന്നെ നീക്കം ചെയ്തു. സ്ഥാപിച്ചവരുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ട പ്രദേശത്ത് VD സതീശനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിലും സതീശൻ അനുകൂലികൾ തന്നെയാണോ അതോ വിവാദം സൃഷ്ടിക്കാൻ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്നും പാർട്ടി അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.